സ്വഭാവ നടിക്കുള്ള അവാർഡ് ശ്രീഷ്മയ്ക്കാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞു. പക്ഷെ അത് കയ്യിലേക്ക് ഏറ്റു വാങ്ങുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെയായിരിക്കും പറയാ? ഞാൻ പൊതുവെ ഒരു ഇമോഷണൽ ജീവിയാണ്. പെട്ടെന്നൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ പരിപാടി വരുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റേജിലൊക്കെ ഒന്ന് കരഞ്ഞ് നശിപ്പിച്ചേനെ. പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാനും സുനിതയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ അതെ 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 അപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പോൾ സുനിത ചിന്തിക്കുന്നതാണെങ്കിലും വേറെ തരത്തിലാണ്. അപ്പോൾ അത്രയും ഡീപ്പ് ഡൗൺ അങ്ങനെ ചിന്തിക്കാനൊന്നും ബിബിൻ ചേട്ടൻ പറയണില്ല. ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെ നിൽക്കണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, സീൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഒന്ന് ചുമ്മാ ആലോചിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. TV-യുടെ ചാനലിലെ നമ്പർ പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്തും എനിക്ക് ഭയങ്കര ഓക്കോർഡാണ്. ഞാൻ പറയുന്നത് ഭയങ്കര ബ്ലണ്ടർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. അപ്പോൾ വിജയുടെ പറയുന്നുണ്ട്, നീ ശ്രീഷ്മയല്ല, നീ സുനിതയാണ്. ഇനി പറഞ്ഞു, വിപിനാറ്റ്ലി എന്നുള്ള പേരാണ് ഏറ്റവും ആദ്യം ആകർഷിച്ചത്. ഡെഫിനറ്റ്ലി വിപിൻ ചേട്ടൻ ഒരു ബുദ്ധിജീവിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ വിപിൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. എൻ്റെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇനീഷ്യലി ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രം ക്ലാസ് പോണില്ല. ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ നാട്ടിൽ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം എൻ്റെ കൺസേൺ ഈ കുട്ടികൾക്കും അവസരം വേണം എന്നുള്ളതായിരുന്നു. ഞാൻ പാഷനറ്റായി ചെയ്യുന്നൊരു കാര്യം ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള സംഭവത്തിലാണ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ശ്രീഷ്മ ചന്ദ്രനാണ്. ശ്രീഷ്മ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഇപ്പം ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് ഇരിക്കുന്നത്. കുറച്ച് നാളായി അവാർഡ് കയ്യിലേക്കൊക്കെ കിട്ടിയിട്ട്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് കേട്ടോ. അപ്പം ചോദിക്കുന്നത് മേ ബി ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കാം. എല്ലാവരും ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പം ചോദിക്കുന്ന സ്ഥിരം ചോദ്യം തന്നെയാണ്. എന്നാലും ആ അവാർഡ് കിട്ടിയ ഇത് നേരത്തെ അറിഞ്ഞു, ഈ ഒരു സ്വഭാവ നടിക്കുള്ള അവാർഡ് ശ്രീഷ്മയ്ക്കാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞു. പക്ഷെ അത് കയ്യിലേക്ക് ഏറ്റു വാങ്ങുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെയായിരിക്കും പറയാ? ഞാൻ പൊതുവെ ഒരു ഇമോഷണൽ ജീവിയാണ്. പക്ഷേ ഇതൊരു 8 മാസം, നമ്മൾ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞിട്ടാണ്. ഈ കഴിഞ്ഞ 16-നായിരുന്നു അവാർഡ് സെറിമണി. അപ്പം സിങ്കിനാവാൻ സമയം കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ശരി, ഇത് എങ്ങനെയാണ്, ഇത് സത്യത്തിൽ വാസ്തവമാണ് ഇത് എന്നൊക്കെയുള്ളൊരു സംഭവം നമുക്കത് കിട്ടിയിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ പരിപാടി വരുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റേജിലൊക്കെ ഒന്ന് കരഞ്ഞ് നശിപ്പിച്ചേനെ. പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതെ 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 വളരെ ഹാപ്പി ആയിട്ടും എന്താ പറയുക, നമുക്കൊരു സംതൃപ്തി ഫീൽ ഉണ്ടായിരുന്നു. സ്വയമേ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സർറിയലാണ്. അത് വേർഡ്സിൽ പറയാനുള്ളത് അല്ല. അത് ഒരു വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാനത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് തോന്നുന്നത്, അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. വളരെ ഒരു ഹോൾസം അങ്ങനെ ഒരു ഫീൽ ആയിരുന്നുണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ഇപ്പം സിനിമ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നതല്ല എന്നൊക്കെ ഞാൻ വായിച്ചിരുന്നു. പക്ഷെ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സെക്കൻഡ് മൂവിയിൽ തന്നെ അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അത്. അപ്പം എപ്പോഴെങ്കിലും മനസ്സിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടോ എപ്പോഴും ഇങ്ങനെ ഇതുപോലൊരു വേദിയിൽ നിൽക്കാൻ പറ്റണം എന്നൊക്കെ? ഞാൻ ബേസിക്കലി ഡാൻസറാണ്. നമ്മൾ കുഞ്ഞിലേ മുതൽ ഡാൻസാണ് പഠിച്ചിരുന്നത്. അപ്പം സിനിമ ആഗ്രഹമില്ല, അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കോമഡി, ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ കോമഡികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോമഡി ഒരു ഐറണിക്കായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാൻ എൻ്റെ കുറച്ച് ചെറിയ പ്രായത്തിലുള്ള ബുക്കുകളൊക്കെ അടക്കി പെറുക്കുന്ന സമയത്ത് കുറേ അങ്ങനത്തെ കളക്ഷനുണ്ട്. അപ്പോൾ അതിലെന്തോ പണ്ടിങ്ങനെ കാർട്ടൂൺസ് വരയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഒരു മാറ്റിലൊരു കുട്ടി കിടക്കുവാണ്. ഞാൻ എവിടെയും പറഞ്ഞോന്നൊരു പിടിയില്ല. പക്ഷേ ഒരു കുട്ടി കിടക്കുവാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ഡിസൈനിൽ നമ്മളിങ്ങനെ ഓർക്കുന്നത് പണ്ടത്തെ ബാലരമയിലൊക്കെ കാണില്ലേ, അതുപോലെ ഈ ഓർമ്മയിൽ ഞാനൊരു സിനിമാ നടിയായിരുന്നെങ്കിൽ എന്നാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ എൻ്റെ നല്ല മെമ്മറിയിലൊന്നും അതില്ല. എനിക്ക് ഓർമ്മയുമില്ല, എനിക്ക് ആഗ്രഹവും സത്യത്തിൽ അങ്ങനെ ഓർത്തെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് അത് അങ്ങോട്ടാണ് എത്തിയത് എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ആഗ്രഹമില്ലാത്തൊരു സ്പേസിലാണെങ്കിൽ പോലും വൺസ് ഞാൻ മഹാരാജ് നിന്ന് നാടകം ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം നാടകം ചെയ്യുന്ന മുതൽ അഭിനയിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ് എന്നുള്ളതും. ഞാൻ ആദ്യത്തെ സിനിമ പൂമരായിരുന്നു. പൂമരം കഴിഞ്ഞപ്പോഴാണ് ശരി ഇത് ഇവിടെ നിൽക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും അങ്ങനെ ഒരു പാഷൻ പരിപാടിയൊക്കെ പൂമരത്തിന് ശേഷമാണ് ശരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ അതിനുശേഷം അപ്പം ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയോ? അങ്ങനെയല്ല, പൂമരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ 1-2 പരിപാടികളൊക്കെ വന്നിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് പൂമരം സംഭവിച്ചത്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ 2 PG ആണ് പഠിച്ചിട്ടുള്ളത്, 2 മാസ്റ്റേഴ്സാണ്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഭരതനാട്യത്തിലുമാണ്. അപ്പോൾ ആദ്യം ഭരതനാട്യത്തിൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഒന്ന് PhD ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് PG ചെയ്തു. അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് വിപിൻ ചേട്ടൻ ഈ പ്രോജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ അത് പൂമരത്തിലെ ക്യാരക്ടർ കണ്ടിട്ടാണ്
ഇതിലേക്ക് വിളിക്കണേ. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരഞ്ഞു നടന്നതല്ലായിരുന്നു. എൻ്റെ കയ്യിലേക്ക് വന്നൊരു വർക്കിനെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാലുള്ളത്. ഇപ്പോൾ വിപിൻ ചേട്ടൻ ഈ സുനിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നറേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ഒരു എന്താ പറയുക, ഒരു പാവം ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എത്രത്തോളം ആ ക്യാരക്ടറായിട്ട് മാറാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്? ഒട്ടുമില്ല, ഒരു തരത്തിലുമില്ല. എനിക്ക് റീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റീഡിങ് പരിപാടികളായിരുന്നു. എന്ന് വെച്ചാൽ വിപിൻ ചേട്ടൻ കഥ പറയുക തന്നെയായിരുന്നു. നമ്മളെ മൊത്തം സ്ക്രിപ്റ്റൊക്കെ ആവുന്നതിന് മുന്നേ ആണ് ഈ കഥ വരുന്നത്. അപ്പോൾ നല്ല കൺഫ്യൂഷനാണ്, ഇതെങ്ങനെയാണ് പോകേണ്ടത്, ഇതെങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ തിരിച്ചും മറിച്ചും വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിപിൻ ചേട്ടൻ കഥ പറയുന്നത് മൊത്തം എങ്ങനെയാണോ സിനിമ ഉള്ളത് ആസ് സച്ച് അങ്ങനെയാണ് പറയണത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും കുറച്ച് ട്വിസ്റ്റും ടേൺസൊക്കെ ഉള്ള രീതിയിലാണ്, അതൊരു ത്രില്ലർ മോഡിലാണ് പോണത്. അപ്പോൾ അങ്ങനെ തന്നെ കഥ പറയുമ്പോൾ എനിക്ക് കഥയുടെ തരത്തിലും ഐഡിയ ഇല്ല എന്ന് മാത്രമല്ല, എൻ്റെ ക്യാരക്ടർ എങ്ങനെ പിടിക്കും എന്നുള്ളതിലും കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഞാനും സുനിതയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ അതെ 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 അപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പോൾ സുനിത ചിന്തിക്കുന്നതാണെങ്കിലും വേറെ തരത്തിലാണ്. അപ്പോൾ അത്രയും ഡീപ്പ് ഡൗൺ അങ്ങനെ ചിന്തിക്കാനൊന്നും വിപിൻ ചേട്ടൻ പറയണില്ല. വിപിൻ ചേട്ടൻ എൻ്റെ പെരിഫറലായിട്ടുള്ള പരിപാടികൾ പറയുന്നു. അപ്പോൾ എനിക്ക് ഞാൻ തിയേറ്റർ ചെയ്ത് തുടങ്ങിയെന്നുള്ളതുകൊണ്ട് ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെ നിൽക്കണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, സീൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഒന്ന് ചുമ്മാ ആലോചിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിനെ പിടിച്ചത്. അത് കുറച്ച് ദിവസം എടുത്തു ഞാൻ ആ മൊത്തം ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ലുക്സിൽ മാത്രമാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് അങ്ങനെയല്ല അതിൻ്റെ ഒരു പരിപാടി എന്നുള്ളതൊരു 4-5 ദിവസത്തിലൊക്കെ ഒരു ട്രാക്കിൽ വീണിട്ടുള്ള പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അതൊരു 10-26 ദിവസം എൻ്റെ ഷൂട്ട് മാത്രം നോക്കുമ്പോൾ ഒരു 26 അറൗണ്ട് 30 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ദിവസം ഈ ക്യാരക്ടർ പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ചാലഞ്ച്. പക്ഷെ അല്ല അങ്ങനെ സ്കെഡ്യൂൾ ബ്രേക്കോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തില്ല. നമ്മളിത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം ഒരു 7 പേര്, മാക്സിമം, മിക്കവാറും അത് ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 5 ആയിരിക്കും, മാക്സിമം ഉള്ള ദിവസം 7 പേര്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറാമാനും സിറാജ് എന്നാണ് ക്യാമറാമാൻ്റെ പേര്, സിറാജിക്കയുടെ അസിസ്റ്റൻറ്റ്, സിറാജിക്കയുടെ അനിയനുമാണ് സാഹിദ്, ഞാൻ, വിപിൻ ചേട്ടൻ, എൻ്റെ ഓപ്പോസിറ്റ് ലീഡ് ചെയ്തിട്ടുള്ള ജിത്തീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ശില്പ. അപ്പോൾ 6 ആയുള്ളൂ. പിന്നെ നമ്മുടെ അവിടെയുള്ള പ്രൊഡക്ഷനൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ, ശിവൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് എക്സ്ട്രാ ഒരു 7ാമത്തെ ആളായിട്ടുണ്ടായത്. അത് അങ്ങനെയായിരുന്നു നമ്മുടെ ഷൂട്ട്. ഒരു 3-4 പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് മൊത്തം പോണത്. അപ്പം പലവരും മൾട്ടിപ്പിൾ ടാസ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കണത്. ഇപ്പോൾ സാഹിദ് ചിലപ്പം ഇടയ്ക്ക് ആർട്ട് ഡയറക്ടറായിട്ട് മറന്നു കാണാം, ക്യാമറ അസിസ്റ്റൻ്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ എനിക്ക് ഡയലോഗ്സ് ഒക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരും. കുറച്ച് അങ്ങനെ എല്ലാവരും എല്ലാം ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കൊച്ചു സെറ്റപ്പിലായതുകൊണ്ട് നമുക്കിത് ഈവൻ മോർ ഒരു വലിയ പണിയായിരുന്നു. പക്ഷേ ചെയ്യാൻ നല്ല രസമായിരുന്നു. കൂടുതൽ നമുക്ക് വർക്കുള്ള സമയത്ത് നമ്മളത് ടാക്കിൾ ചെയ്ത് പോകാന്ന് പറയുന്നതാണ് നമുക്ക് ആക്ടർ എന്നൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുക. ഒരു തിരിച്ചു പോകണം, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഓക്കെ ഇന്ന് എന്തോ ചെയ്തു, സന്തോഷമുണ്ട്, അങ്ങനെയായിരുന്നു. ഇതിലേതെങ്കിലും സീനൊക്കെ കുറെ ടേക്ക് പോയതോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടിയതായിട്ടുള്ള ഏതെങ്കിലും സീൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. അധികം ടേക്ക് പോയതെന്നല്ല, ചില കാര്യങ്ങൾ വിപിൻ ചേട്ടൻ വിചാരിക്കുന്ന പോലെ തന്നെ വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും, പക്ഷെ വിപിൻ ചേട്ടന് വിചാരിക്കുന്ന തരത്തിൽ തന്നെ വരണം എന്നുള്ളത് കൊണ്ട് മാത്രം മാറിപ്പോയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഗുഡ് സെൻസ് ഒരു കരയോഗം സീനുണ്ട് ഇതിൽ. കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അത് കണക്റ്റ് ആവുന്നത്. അത് ഈ പറയുന്ന പോലെ എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു. ഇന്ന് കരയോഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തലേ ദിവസം ഉറങ്ങാൻ പറ്റില്ല. അതുപോലത്തെ ഉള്ളൊരു, നമ്മളത് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തു പല സ്ഥലത്ത്. ഇപ്പോൾ ഉള്ളത് നമ്മൾ കറുകുറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സീക്വൻസാണ് സിനിമയിലുള്ളത്. നമ്മളത് എറണാകുളത്ത് ചെയ്ത് നോക്കിയിരുന്നു, വേറൊരു സ്ഥലത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇത് അത്ര ഒരു വലിയ സീനുമാണത്. ആ സീൻ മൊത്തം നമ്മൾ 2-3 തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ വിചാരിക്കണം അയ്യോ എൻ്റെ എവിടേക്കോ തെറ്റി, എന്തൊക്കെയോ പ്രശ്നമായി. നമുക്ക് ഡയലോഗ്സും ഉണ്ട്, കുറച്ച് പ്ലേ ഇങ്ങനെ നടക്കുന്ന ഒരു സീനാണത്. അത് അങ്ങനെ ക്ലൈമാക്സിലെ സീനാണോ? ക്ലൈമാക്സിനോട് അടുക്കുന്ന സീനിൽ ഒരു ടൈലൻഡിൽ വരുന്ന പോലെയുള്ള ഒരു സീനാണത്. അത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഉള്ള സീൻസും ഉണ്ട്, ചില ഈ കൗണ്ട് പോകുന്ന സീൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചധികം ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അത് ചെയ്തെടുക്കണ്ടേന്നുള്ളതിന് ഇച്ചിരി സമയമെടുത്തായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കൗണ്ട് പോകുന്ന പറഞ്ഞപ്പോഴത്തെ ഇതിൽ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. സുനിത എന്ന് പറയുന്ന ആൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല, TV-യിലെ ചാനൽ മാറ്റാൻ അറിയില്ല, അങ്ങനത്തെ ഒരാളാണ്.
ഇപ്പം ലൈക്ക് നമ്മുടെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണിൽ തന്നെയാണ്. അവിടുന്ന് ലൈക്ക് ബേസ് മോഡൽ ഫോൺ പോലും യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാള് അത് നമ്മളിപ്പം നിൽക്കുന്നതിലും ബാക്ക്വേർഡ് പോകണം. അതെ അതെ. അത് എങ്ങനെയായിരുന്നു അതൊക്കെ ഒന്ന് ടേക്കിങ് ചെയ്തതൊക്കെ? ഇല്ല, ചെയ്യുമ്പോൾ അത് ഓക്വേർഡ് തന്നെയായിരുന്നു. ചെയ്യുമ്പോൾ അത് ശരിയാവുണ്ടോന്നൊരു സ്വയമേ ഉള്ള ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫോൺ പിടിക്കുന്ന കാര്യത്തിലൊക്കെയാണെങ്കിലും നമ്മൾ പൊതുവിൽ ഫോൺ യൂസ് ചെയ്യുന്ന മനുഷ്യർ ഫോൺ പിടിക്കണ പോലെ ആയിരിക്കില്ല ഒട്ടും അറിയാത്ത ഒരാൾ ഫോൺ പിടിക്കേണ്ടാവും. അപ്പം ഫോൺ പിടിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട് ഫോൺ ചെയ്യുന്നതായിട്ട്. അപ്പം അതിൽ തന്നെ ഫോൺ പിടിക്കുന്ന നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അത് അറിയാത്തൊരു മനുഷ്യൻ പിടിക്കുന്ന പോലെ തന്നെ പിടിക്കണം എന്ന് ചിന്തിച്ച് പിടിച്ചിട്ടുള്ളതും, അതുപോലെ എനിക്ക് ചെയ്യണ സമയത്ത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് ചെയ്തൊരു TV-യുടെ ചാനലിൻ്റെ നമ്പർ പറയണ ഒരു സീനുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഓക്വേർഡാണ്. ഞാൻ പറയുന്നത് ഭയങ്കര ബ്ലണ്ടറാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. അപ്പോൾ വിഭിചേട്ടൻ പറയുന്നുണ്ട്, നീ ശ്രീഷ്മയല്ല, നീ സുനിതയാണ്, ഇനി പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഇതിലെ പല സീനും ഇപ്പോൾ ജ്യോതിഷ് ചോദിച്ച പോലെ ചില സീനുകൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിരുന്നു ചെയ്തപ്പോൾ, ഭയങ്കര മോശമായി എന്നൊക്കെ എനിക്ക് സ്വയമേ തോന്നിയിട്ട് ഞാൻ സിനിമ കണ്ട സമയത്ത് അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയിരുന്ന സമയങ്ങളിലൊക്കെ ഉള്ള സീൻസ് കുറേ ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, അയ്യോ ആ സീൻസ് പെർട്ടിക്കുലർലി ഞാൻ മോശമായെന്ന് വിചാരിച്ച സീൻസൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫോൺ കുത്തി വിളിക്കണത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതൊക്കെ വർക്കായി എന്നുള്ളതാണ് അതിലെ സന്തോഷമുള്ള പാർട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം അവാർഡ് കിട്ടി അവിടെ വരെ എത്തി നിൽക്കുന്നത്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട കുറേ മാനറിസംസ് ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോണും പേപ്പറും കൂടെ സാരിയുടെ ഉള്ളിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്നതും അതൊക്കെ ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അതൊക്കെ ചില മൈന്യൂട്ട് മാനറിസംസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ ഇതിനു ശേഷം സിനിമ ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങി? വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നു, കേൾക്കുന്നു, ഒന്നും ഫിക്സ് ചെയ്തില്ല, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓരോന്നോരോന്ന് വരുന്നു. നമ്മൾ ടച്ച് വുഡ് നല്ല എന്തെങ്കിലുമൊക്കെ നല്ല സിനിമയുടെ പാർട്ടാവാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണല്ലോ ഈ സിനിമ തിയേറ്ററിൽ കാണുക എന്നുള്ളത്. പക്ഷെ ഇത് തിയേറ്ററിലല്ല, ഒരു പാൻഡമിക് കാരണം ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. തിയേറ്ററിൽ ഇനി ഒന്നും കൂടെ ഇത് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമ പൂമരമായിരുന്നു. അപ്പം പൂമരം ഈ പറയുന്ന പോലെ ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്തൊരു എക്സ്ട്രാ ഫീലിംഗ് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കണ എന്തൊരു ആർട്ട് ഫോമും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ആളുകൾ കാണുക, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുക, നമ്മൾ ചെയ്ത് വർക്കായി എന്നറിയുക. അതിന് പ്ലാറ്റ്ഫോംസ് എന്താണെങ്കിലും സന്തോഷം. തിയേറ്ററിലാണെങ്കിൽ ഡബിൾ സന്തോഷം. അതാണ് ഉറപ്പായിട്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഫുൾഫിൽഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു കോവിഡ് സമയത്ത് തന്നെ ചെയ്ത സിനിമ, കോവിഡ് സമയത്ത് ചെയ്യാനുള്ള സിനിമയാണെന്നും അങ്ങനെ നമ്മൾ എന്തായാലും ബിഗ് സ്ക്രീനിൽ കാണാൻ പോകില്ല എന്ന് അറിഞ്ഞ് തന്നെ ചെയ്ത സിനിമയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് എന്തെങ്കിലും നമ്മൾ ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും ആദ്യം. വിപിൻ ആറ്റ്ലി എന്നുള്ള പേരാണ് ഏറ്റവും ആദ്യം ആകർഷിച്ചത്. ഡെഫിനറ്റ്ലി വിപിൻ ചേട്ടൻ ഒരു ബുദ്ധിജീവിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ വിപിൻ ചേട്ടൻ എല്ലാ സിനിമകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന സിനിമ, ഞാൻ പ്രോട്ടഗോണിസ്റ്റിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സിനിമ, അത് വിപിൻ ചേട്ടൻ്റെ സിനിമയിലാവുന്നു. ഇത്ര അധികം കാര്യങ്ങൾ പ്രോട്ടഗോണിസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇത്ര അധികം ഷോൾഡർ ചെയ്യാൻ എല്ലാ സിനിമയിലും കിട്ടണം എന്നില്ല. ഇതെല്ലാം ഒത്തു വന്നിട്ടുള്ളൊരു ഭാഗ്യ പ്രോജക്റ്റ് ആയിരുന്നു ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം തിയേറ്ററിൽ വന്നില്ല എന്നുള്ളത് ഒരു സങ്കടമായിട്ട് അതിനെ എടുത്തേ ഇല്ലായിരുന്നു. അതെ. അപ്പോൾ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരും എന്തായിരുന്നു, ഈ കാസ്റ്റ് ആൻഡ് ക്രൂ എന്തായിരുന്നു, അവരുടെ റെസ്പോൺസും റിയാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ കുഞ്ഞു ക്രൂവിൽ ചെയ്തതുകൊണ്ട് ഒരു സിനിമ ചെയ്യണ പോലെ ഒന്നും അല്ലായിരുന്നു. ആർക്കും നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീടിൻ്റെ അപ്പുറത്തിപ്പുറത്തുനിന്നുള്ള വീടുകളിൽ ആർക്കും നമ്മൾ സിനിമയാണ് ഷൂട്ട് ചെയ്യണേ അറിയില്ല. അപ്പം നമുക്ക് ഫുഡൊക്കെ പറഞ്ഞിട്ടുള്ളത് 2 വീട് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിരിക്കുക. ആൻറ്റി ഫുഡ് ഉണ്ടാക്കും, ഹോംലി ഫുഡ്. ആൻറ്റി ഫുഡ് ഉണ്ടാക്കും, നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അവിടെയുള്ള ആൾക്കാർ ചിൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അമ്മമ്മ നമ്മളിവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അമ്മമ്മ ഇവിടെ ഇരുത്തും, നമ്മളിവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അമ്മമ്മ ഇവിടെ ഇരുത്തും. ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അമ്മമ്മ അടുത്ത് ചെല്ലുമ്പോൾ പറയും, അമ്മ ഞാൻ ചേഞ്ച് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ തന്നെ അവിടെ ഉള്ള റൂമിൽ തന്നെ ചിലപ്പോൾ അമ്മ ചോദിക്കും, എന്താ ഇന്ന് വൈകി, ഇന്ന് വരാൻ ഇത്തിരി വൈകിയല്ലോ എന്നൊക്കെയുള്ള പോലെ. ചില സമയങ്ങളിൽ നമുക്കൊരു തയ്യൽ വീട് ഷൂട്ട് ചെയ്ത വീട്ടിലെ ഒരു ദിവസം കോമഡി ആയിരുന്നു. നമ്മളന്ന് പുലർച്ചെയാണ് അന്നത്തെ റാപ്പ് ചെയ്തത്. അപ്പം പിറ്റേന്ന് തുടങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോൾ 4 മണിയായി. അന്ന് എല്ലാവരും ഭയങ്കര ടയർഡായി, അങ്ങനെ ലേറ്റ് ചെയ്തത്. അപ്പോൾ ചെന്നപ്പോൾ ആ വീട്ടിലെ ആൻറ്റി, ഇന്നെന്താ നിങ്ങൾ വൈകി?
ഈ നേരത്താണോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള പോലെ. അപ്പം നമ്മളിതൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല, ആ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രമാണ് നമുക്കിതൊരു സിനിമയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ വളരെ ചെറിയ സെറ്റപ്പിലും. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അവാർഡ് വരുന്ന സമയത്ത് അത് എൻ്റെ പേരിൽ വിളിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിക്കണുള്ളൂ. ഇതൊരു കളക്റ്റീവായിട്ടുള്ള എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ, ഇപ്പം ഇതിൻ്റെ DOPയുടെ ഫസ്റ്റ് ഫിലിമാണ്. അതുപോലെ എല്ലാവരും കുറച്ച് ന്യൂ കമേഴ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊരു എല്ലാവരും ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയ്ക്ക് വലിയൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നുള്ള പോലെ, അത് ശ്രീഷ്മ ചന്ദ്രന് കിട്ടുന്നു എന്നുള്ളതിലുപരി എനിക്കുവാണെങ്കിലും സിനിമയ്ക്ക് പൊമ്പളയ്ക്കൊരു റെക്കഗ്നിഷൻ കിട്ടണോ, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണെന്നൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സന്തോഷമാണ് എല്ലാവർക്കും. എല്ലാവരും വളരെ ഹാപ്പിയും അങ്ങനെയായിരുന്നു. ഉറപ്പായിട്ടും. ഇപ്പം ചെറുപ്പം മുതലേ ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഡാൻസ് ജേണി എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇപ്പം എങ്ങനെയാണത് പോകുന്നത്? അത് ഡാൻസ് ആക്ച്വലി കുഞ്ഞു കുട്ടികളെല്ലാവരും ചെയ്യണ പരിപാടിയിൽ എല്ലാവർക്കും പറയാനുള്ള കഥയാണ്. അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല, സ്വാഭാവികമായിട്ടും അമ്മ എന്നെ ഡാൻസിനെ കൂടി ചേർക്കുന്നു. പാട്ടിനൊക്കെ ഉണ്ടായിരുന്നേ, പാട്ട് പിന്നെ ഞാൻ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഡാൻസ് പഠിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ആദ്യം അമ്മയുടെ ഇനീഷ്യലി അമ്മയുടെ നിർബന്ധത്തിന് പോകുന്നു എന്നുള്ളത്, പിന്നെ കുറച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണല്ലോ. അപ്പോൾ ആകെ ജീവിതത്തിൽ ഒരു 5 വർഷം ഞാൻ ഡാൻസ് കളിക്കാണ്ടിരുന്നിട്ടുള്ളൂ. ബാക്കി അവിടെ ആദ്യത്തെ ഒരു വയസ്സ് മുതൽ 4 വയസ്സ് വരെ 5 വയസ്സ് വരെയാണ് ഡാൻസ് കളിക്കാണ്ടിരുന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടും ഞാൻ ഡാൻസ് PG ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ഡാൻസ് സ്കൂളുണ്ട്. അപ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ മുഴുവൻ ഡാൻസ് തന്നെയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് പോകാന്നുള്ള, ബേസിക്കലി ഡാൻസർ ആവണം അല്ലെങ്കിൽ ഡാൻസ് നമ്മുടെ ഒരു മെയിൻ ഇവൻ്റ് ആയിട്ട് എടുക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മാരായ്സി വന്ന് ചേർന്നുകൊണ്ടാണ് സിനിമ ചെയ്തതെന്ന് പറഞ്ഞു. മാരായ്സി വരുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണം എന്നാണ് ഉണ്ടായിരുന്നത്. കലോത്സവത്തിന് പോകണം, ഭരതനാട്യത്തിന് ജോയിൻ ചെയ്യണം, പ്രൈസ് വാങ്ങണം, അങ്ങനെയുള്ളതാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാ കൊല്ലവും സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പം കോൺസിക്വൻ്റ് ആയിട്ടൊരു 4-5 വർഷമൊക്കെ പ്രൈസ് വരുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി ശരി ഇതിന് പോകണം, ഇത് നമുക്ക് തകർക്കണം, അങ്ങനെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ എങ്ങനെയോ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ വയ്യ, ഫോർച്ചുനേറ്റ്ലി നമ്മൾ നാടകത്തിൻ്റെ തിയേറ്റർ ക്ലബിലൊക്കെ ഒരു ഓഡിഷൻ ത്രൂ ചെന്ന് പെടുന്നു. അത് അവിടെയുള്ള കുറേ പേര് നിർബന്ധിച്ചിട്ട് വെറുതെ രസത്തിന് പോയതായിരുന്നു. അപ്പോൾ അത് ചെന്നു, അവിടെ നാടകത്തിൻ്റെ ലീഡ് ഞാൻ ചെയ്ത്, പിന്നെ പഠിച്ചിറങ്ങിയാണ് ആ 3 വർഷവും ഞാൻ തന്നെയായിരുന്നു ആ നാടകത്തിൻ്റെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ത്രൂ ആണ് പൂമരം ചെയ്യണേ. അപ്പം ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ഡാൻസ് പകുതിക്ക് വെച്ച് കുറച്ച് നാൾ നമ്മൾ ബ്രേക്ക് ചെയ്തു എന്നുള്ള, ബ്രേക്ക് എന്നല്ല, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു അപ്പോഴേ. പക്ഷേ ഫുള്ളൊരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡാൻസ് PG കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ഇട്ടത്. പിന്നെ ഫുൾ ഫ്ലഡ്ജ് പരിപാടിയിൽ വേറെ എന്തൊക്കെ ചെയ്താലും ശനിയും ഞായറും ക്ലാസ്സിൽ പോവും, ക്ലാസ്സിലെത്തും, ക്ലാസ് എടുക്കും എന്നുള്ള, പിന്നെ നമ്മുടെ ഒരു വലിയ റൂട്ടീൻ്റെ ഭാഗമായി. ഇപ്പം എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് രണ്ടും ഉണ്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ ഓഫ്ലൈൻ വരും, ബാക്കിയുള്ള എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡാൻസിൻ്റെ പരിപാടികൾ നടക്കുന്നത്. സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെ, അപ്പം ആദ്യം കുറച്ച് സ്റ്റുഡൻസ് തുടങ്ങി ഇപ്പം കുറേ സ്റ്റുഡൻസ്, അങ്ങനത്തെ ഒരു ഗ്രാഫ് ചേഞ്ച് ഉണ്ടോ? ഇത് എൻ്റെ ക്ലാസ്സുള്ളതൊരു റീജിയണൽ സ്ഥലത്താണ്. എൻ്റെ നാട് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്, കുറച്ച് അകത്തേക്കുള്ളൊരു ഏരിയ. അപ്പോൾ അവിടെ ക്ലാസ് ഇടാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യലി ചിന്തിച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി, അല്ലെങ്കിൽ എറണാകുളത്താണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അടുത്തുള്ള വലിയൊരു സ്ഥലമാണ്, ഒരു ടൗണാണ് ചാലക്കുടി, അങ്ങോട്ടൊക്കെ മാറാം. അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തിട്ടിട്ടുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ നാട്ടിലുള്ള കുട്ടികൾക്ക്, ഞാൻ ഇനീഷ്യലി ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ കുറേ സാഹചര്യങ്ങൾ മാറി, എന്നാലും ഇനീഷ്യലി ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രം ക്ലാസ് പോണില്ല. ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ നാട്ടിൽ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം മറ്റ് ക്ലാസ്സുകളൊക്കെ വന്നു കേട്ടോ. അപ്പം എൻ്റെ കൺസേൺ ഈ കുട്ടികൾക്കും അവസരം വേണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പാഷനറ്റായി ചെയ്യുന്നൊരു കാര്യം ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള സംഭവത്തിലാണ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കൂടി കുറഞ്ഞെന്നുള്ള രീതിയിൽ എല്ലായ്പ്പോഴും നമുക്ക് കുറച്ച് അത്യാവശ്യം കുട്ടികൾ അപ്പോഴും ഇപ്പോഴൊക്കെ സെയിം തന്നെയാണ്. ഇപ്പം അവാർഡ് കിട്ടിയത് കൊണ്ട് കൂടുതൽ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. എല്ലായ്പ്പോഴും നമുക്ക്, പിന്നെ ഞാനിത് രണ്ട് പരിപാടി തന്നെയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ ആക്ടറായിട്ട് ഒരു സമയത്തും നിൽക്കുന്നില്ല, ഇവിടെ വരുമ്പോൾ ഒരു തരത്തിലും ഞാൻ ഇതിനെയും കൊണ്ടിരുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ വരുമ്പോഴാണ് ഇത് രണ്ടും കൂടെ ക്ലബ്ബാവുന്നത്. ഇപ്പം അവിടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഫോൺ ചെയ്ത് പുതിയൊരു അഡ്മിഷൻ വരുവാണെങ്കിലും ആക്ടറായിട്ടുള്ള ശ്രീഷ്മയുടെ ക്ലാസ് അല്ലേ, അതില്ല, ടീച്ചർ ഹലോ ശ്രീഷ്മ ടീച്ചർ അല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ വളരെ സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബാഗേജ് ഒന്നുമില്ല,
ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡാൻസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ചെയ്യുന്ന സന്തോഷമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു വേഴ്സ് ദിവസമാണെങ്കിൽ ഒരു 2 മണിക്കൂർ നല്ല ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സന്തോഷമായി. ഇപ്പം തന്നെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അവിടെയെങ്കിലും ഞാൻ ഇതേ സെയിം കാര്യം പറഞ്ഞുള്ളൂ. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ ജീവിതത്തിൻ്റെ. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം ഡൺ. അതെ അതെ അങ്ങനെ. പിന്നെ ഡാൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാവണം എന്നൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പം അതൊരു നല്ല ചോദ്യമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 തരത്തിലോട്ടോ ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന, ക്ലാസിക്കലല്ല ഞാൻ പറയണേ, അതല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടിയുള്ള കാര്യം എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പം അഞ്ജലി മേനോൻ ചെയ്തിട്ടുള്ള അഞ്ജലി മാമിൻ്റെ ബാക്ക് സ്റ്റേജ് കണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ മനസ്സിലൂടെ പോയി. അയ്യോ ഇതെന്ത് രസമാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഒരാളുടെ മനസ്സിൽ വരുന്നത്. എനിക്കറിയില്ല അഞ്ജലി മാം ഡാൻസ് ചെയ്യുന്ന ആളാണോന്ന്, പക്ഷേ അല്ലെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ളൊരു തോട്ടാണ് എന്നുള്ളൊരു ആണെങ്കിലും അതെ. കാരണം ആരും ചിന്തിക്കാത്തൊരു ഏരിയയിൽ പോയിട്ട്, അതും ചുമ്മാ ഡാൻസ് ചെയ്യിക്കണം മാത്രമല്ലല്ലോ, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ മെമ്മറീസ്. അതെ 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 അതെ. ഞാനത് ഇന്നലെയാണ് കണ്ടേ. അപ്പം ഈ പറയുന്ന പോലെ ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള, എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഉള്ളൊരു, ശരിയാണ്, ഡാൻസ് റിലേറ്റഡ് എന്തെങ്കിലും രസമാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യം ഓൺ സ്ക്രീൻ ചെയ്യാൻ പറ്റണ ഒരു, ഇതിപ്പം പൊമ്പളയൊക്കെ നമ്മൾ വേറൊരാളായിട്ട് മാറുകയാണല്ലോ. ഇത് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും, അറിയില്ല, ടച്ച് വുഡ് വരട്ടെ അങ്ങനെ എന്തെങ്കിലും. ഈ ബാക്ക് സ്റ്റേജിന്റെ പറഞ്ഞുകൊണ്ട്, ഈ ബാക്ക് സ്റ്റേജ് റിലീസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ടീം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. റീമ കല്ലിങ്കൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മുൻപൊക്കെ ആക്ട്രസ് ഒക്കെ ആവുന്നതിന് മുൻപേ ആയിട്ട് ഡാൻസർ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, ഓക്കെ ഡാൻസറാണ്, ഇപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത് എന്നാണ്. അങ്ങനത്തെ ചോദ്യം എപ്പോഴെങ്കിലും കേൾക്കേണ്ടത് എല്ലായ്പ്പോഴും ഉണ്ട്. ഡാൻസർ മാത്രമല്ല, ആക്ടർ ആണെന്ന് പറയുമ്പോഴും വേറെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കലുണ്ട്. പിന്നെന്താ ജോലി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഡാൻസ് സ്കൂളാണ് എനിക്കെന്ന് പറയുന്ന സമയത്തും ഞാൻ ആക്ടറാണെന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ടൊരു പരിപാടിയാണത്. അപ്പം എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള. ഇപ്പം മറ്റൊരു ജോലിപരമായിട്ടുള്ള സോക്കോൾഡ് ജോലി ചെയ്യുന്ന ആൾക്കുള്ള ഒരു സാലറിയോ പരിപാടിയോ തന്നെ നമുക്കും വരുമാനത്തിലായിട്ട് വരും. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കഷ്ടപ്പെട്ടല്ല ചെയ്യണത്, നമ്മൾ വളരെ സന്തോഷമായിട്ട് സമാധാനവും പാഷനേറ്റായിട്ട് ചെയ്യുന്നു ഈ ജോലി. നമുക്ക് അതിൽ നിന്നൊരു ഏർണിങ്സ് വരുന്നു. മറ്റൊരു ജോലി എടുക്കാൻ വേണ്ടി ചെയ്യുന്നു ജോലി, അത്രയേ ഉള്ളൂ. അല്ല, മറ്റുള്ള ജോലികൾ സന്തോഷമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഈ ചോദ്യമുണ്ട്, അത് ജനറലൈസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ ഡാൻസ് സ്കൂളിൽ ഉള്ള കുട്ടികളുടെ ചില പേരൻസ് വരെ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ടീച്ചർ വേറെന്താ ചെയ്യണേ. അപ്പോൾ സത്യത്തിൽ ഇത് തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിലും PG ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് PhD എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ല ഉണ്ട്, പക്ഷേ ഇപ്പോഴും ഉണ്ട്. ഞാൻ നെറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പിൻ്റെ ഒക്കെ ഇടയിലാണ് അവാർഡൊക്കെ ഡിക്ലെയർ ചെയ്തത്. പിന്നെ അതങ്ങനെ ഒരു കോഴ്സിനൊക്കെ ചേർന്നിരുന്നു, അതങ്ങനെ ഡ്രോപ്പായി പോയി. പക്ഷേ എപ്പോഴെങ്കിലും അതൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള, എനിക്കതും ഇഷ്ടമാണ്. എല്ലാം ആർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി ആർട്ടുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പം ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി പറയാൻ പറ്റുമായിരിക്കും പിന്നെ എപ്പോഴെങ്കിലും. ഈ സിനിമ, ഡാൻസ് ഇതിലൊക്കെ വരുമ്പം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? 100% സപ്പോർട്ടാണ്. കാരണം അവർ ഈ പറയുന്ന പോലെ ജോലി വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ്. അതിൽ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. എല്ലാവരും ഒരു ജോലി, ജീവിതം പ്രോപ്പറാവാൻ വേണ്ടി വേണമല്ലോ, സെറ്റിലാവാൻ വേണ്ടി വേണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന പേരൻസ് തന്നെയാണ്. പക്ഷേ വൺസ് എനിക്ക് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ട, ഈ ജോലി ചെയ്താൽ മതി, അതില്ല. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഡെഫിനറ്റ്ലി ഡാൻസ് ചെയ്യൂ. ഇപ്പം എനിക്ക് ക്ലാസ് ഇടാം, ക്ലാസ് ഇടാം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവാർഡിന് പോയ സമയത്തും പറയുന്നത്, എനിക്ക് അനിയത്തിയാണുള്ളത്. അപ്പോൾ അവളൊരു സ്പോർട്സ് പേഴ്സണാണ്, എൻജിനീയറിംഗാണ് ചെയ്യണേ. അപ്പോൾ കോളേജിൻ്റെ കബഡി ടീമിലൊക്കെ ഉണ്ട്, ഗവൺമെൻറ് കോളേജിലാണ് തൃശ്ശൂർ. അപ്പം കോളേജിൻ്റെ കബഡി ടീമിലൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ കബഡിക്ക് പോവുകയാണെങ്കിൽ അവൾ പൊക്കോളും. അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ അവൾ പൊക്കോളും. ഇനി വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവളുടെ കാര്യത്തിന് അവൾ പൊക്കോളും, പ്രശ്നമില്ല. അപ്പോഴും ഇപ്പോഴും പിന്നാലെ ഓടുന്നത് എൻ്റെയാണ്. ചേച്ചിക്ക് ഡാൻസ് ഉണ്ട്, എല്ലാവരും ഓടി, ചേച്ചിക്ക് അവാർഡ് കിട്ടി, എല്ലാവരും പിന്നാലെ. അപ്പോൾ എൻ്റെ പിന്നാലെയാണ് എല്ലാവരും, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ. ഇപ്പം അനിയത്തി വലുതായപ്പോൾ അനിയത്തിയും എൻ്റെ പിന്നാലെയാണ് നടക്കണേ. പണ്ട് മുതലേ ഡാൻസിനാണെങ്കിലും ഷൂട്ടിനാണെങ്കിലും. ഇപ്പം പൊമ്പളയുടെയൊക്കെ ഷൂട്ടിന് ഞാൻ എത്ര ദിവസം പോയി അത്രയും ദിവസവും അത്രയും നേരവും സെറ്റിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ അവാർഡിൻ്റെ പകുതി അച്ഛനാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്.
പിന്നെ കൺസേൺസ് ഉണ്ട്. ഇപ്പം നമുക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും ആരും സിനിമയിലില്ല, ആർക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നോ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൺസേൺസ് ഉണ്ട് എന്നല്ലാതെ എന്താണ് സന്തോഷം അത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള 100% സപ്പോർട്ടുള്ള ഞാൻ മറ്റേ എന്താ പറയുക ദ ബെസ്റ്റ് ഐ ഹാവ് എന്ന് പറയാം. എല്ലാവരും ഇപ്പോഴും ശ്രീഷ്മനെ അറിയുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോഴും ആൾക്കാരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന പൂമരത്തിലെ ആ ഒരു ഡയലോഗുണ്ട്. അത് ഇപ്പോഴും അതായത് അറിയില്ല, ആരും മറക്കുന്നില്ല ആ ഒരു ഡയലോഗൊന്നും ആരുടെ മെമ്മറിയിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും അത് വെച്ചിട്ട് എന്തെങ്കിലും റെക്കഗ്നേഷൻസ് ഒക്കെ വരാറുണ്ടോ? ഏത് ഡയലോഗാ? മറ്റേ വെറുതെ അല്ല നിന്നെ കിളിന്ന് അത് തന്നെയാണ് റെക്കഗ്നേഷൻ കിട്ടുന്നത്. എനിക്ക് അന്നും ഇന്നും ഞാൻ പറയാറുണ്ട്, അന്നും ഇന്നും പൂമരമാണ് എൻ്റെ അഡ്രസ്സ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഓഡിഷൻ ത്രൂ അല്ല ഓഡിഷൻ കൊടുക്കുന്ന സമയത്തും അവിടെയുള്ള ടെക്നീഷ്യൻസ് എല്ലാവരും പൂമരത്തിലെ കുട്ടിയല്ലേ എന്നാ ചോദിക്കാറുള്ളത്. അപ്പോൾ പൂമരം തന്നെയാണ് എൻ്റെ അഡ്രസ്സ്. ഈ അവാർഡ് വരുന്നവരെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾക്ക് മറ്റേ സ്വർണം വിൽക്കുന്ന എരിപ്രാഞ്ചി എന്ന് പറയുന്ന പോലെയാണ്. അത് കോമഡി ആയിട്ടാണെങ്കിൽ ഇവിടെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ പറയണേ, ഇത് പൂമരത്തിലുള്ള അവാർഡ് കിട്ടിയ കുട്ടിയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ. അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കാണുന്നത്. കാരണം ഞാനൊരു ബ്രീഫ് ടൈമിൽ പൂമരം പോലുള്ളൊരു സിനിമയിലുള്ളെങ്കിൽ പോലും പൂമരം കണ്ടിട്ടുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്, ആളുകൾക്ക് അറിയാം എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും രസമുള്ള ഞങ്ങൾ പൂമരം കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ടാവുന്നു ഒരു തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ അത്ര തിരക്കിൻ്റെ ഇടയിൽ ഒരാളിനെ എൻ്റെ അടുത്ത് ചോദിച്ചു പൂമരത്തിലുള്ളതാണോ എന്നുള്ളത്. നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് നടന്നു വരുമായിരുന്നു. അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഭയങ്കര സന്തോഷമാണ്. പൂമരം എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പൂമരം കണ്ടിട്ടാണ് ബിബിൻ ചേട്ടൻ വിളിക്കണേ. പൂമരമാണ് ഇതിൻ്റെ ഒരു മെയിൻ ബേസ്. അതാണ്. ഇപ്പോൾ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? കാര്യമായിട്ടുള്ള ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് ഓഡീഷൻസാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 1-2 ക്രാക്കും ചെയ്തു. അതിൽ ഒരു സിനിമ അത് രണ്ടും പിന്നെ ഞാൻ ചെയ്ത 2 സിനിമയും KSFDCയുടെ സിനിമകളായിരുന്നു. കേരള ഫിലിം സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. ഒന്ന് റിലീസായി ഓൾറെഡി, ഒന്ന് റിലീസാവാനുണ്ട്. അങ്ങനെ 2 സിനിമകളാണ് ഉള്ളത്. അധികം ഓഡിഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല സത്യത്തിൽ. അത് ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ട്, ഇതെന്താ ചെയ്യേണ്ടത്. 2 തരത്തിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന പരിപാടി പോലും ഞാൻ എവിടെയോ കൊണ്ട് കലോടയ്ക്കും എന്ന് പറയണ പോലെ ഒന്നുകിൽ വളരെ സ്റ്റബേണായിട്ടുണ്ടാവും, ആളുകൾ കാണുമ്പോൾ ഭയങ്കര അഹങ്കാരിയായിട്ട് തോന്നും. പക്ഷെ അല്ല, അതിൻ്റെ അതർ ഓപ്ഷൻ ഞാൻ കരയും. അപ്പോൾ അയ്യോ എൻ്റെ ചേട്ടാ എനിക്ക് പറ്റില്ല എന്ന് പറയണതിനും ഭേദം ഞാൻ ചൂസ് ചെയ്യുന്നത് ഇത് എനിക്ക് നടക്കുമെന്നോ അങ്ങനെ പറയാം. അപ്പം സ്വാഭാവികമായിട്ടും അപ്പുറത്തുനിന്ന് അയ്യടാന്നൊരു സംഭവം വരുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അത്രയും തോന്നുന്ന അത്രയും ആഗ്രഹമുള്ള സാധനം എന്താ പറയുക പരിപാടികൾക്കാണ് ഞാൻ അയക്കാറുള്ളത്. അങ്ങനെയുള്ള ഓഡീഷൻസാണ് കൊടുക്കാറുള്ളത്. അതാണ് സംഭവം എൻ്റെ ഉള്ളിൽ ഞാൻ പേടിച്ചിട്ട് ഇപ്പോൾ വീടുണ്ടാവും, പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടില്ല, മനസ്സിലാവില്ല. ഇല്ല ഇപ്പോൾ അവാർഡ് മേടിക്കാൻ പോകുന്ന സമയത്ത് സ്റ്റേജിൻ്റെ മുകളിൽ എൻ്റെ ആത്മാവ് നിലത്ത് വീണു പേടിച്ച്. പക്ഷെ അത് പുറത്ത് വരില്ല. ഇതൊക്കെ കൊണ്ടാണോ സ്റ്റാർട്ടിങ് പറഞ്ഞ ഒരു ഇമോഷണൽ പേഴ്സൺ ആണെന്ന്? അതെ ഭയങ്കര ഇമോഷണൽ പേഴ്സൺ. അത് ഈതർ വേ ഭയങ്കര സങ്കടം വരുന്ന കാര്യമാണെങ്കിലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും, സന്തോഷമൊക്കെയുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കരച്ചില്ല. അപ്പം എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഏറ്റവും വലിയ ഇമോഷണൽ പരിപാടി. എന്താ പറയുക, കണ്ണീരിലൂടെയാണ് എൻ്റെ സന്തോഷവും സങ്കടമൊക്കെ വരിക എന്ന് തോന്നുന്നു. പക്ഷേ ടച്ച് വുഡ് സ്റ്റേജിൻ്റെ മേലെ കയറി ഞാൻ കരഞ്ഞില്ല. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു പരിപാടിയിൽ സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ ചിലപ്പം പാളിയാനെ. എന്തെങ്കിലും 2 വാക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്ന എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ അത് പാളിയാനെ. ഇപ്പോഴൊക്കെ കുറച്ച് സിങ്കിനായി, ഓക്കെ ഇത് ശരി, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ഭയങ്കര മനസ്സിൽ കളങ്കമില്ലാത്തവർക്കാണ് പെട്ടെന്ന് കരയാൻ പറ്റുകയെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു, മാറി. എന്താന്ന് എങ്ങനെയാണെന്നറിയില്ല, മാറി ഇപ്പം ഞാൻ. ഇല്ല ലേറ്റർ വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കരയുന്ന പരിപാടി കുറച്ച് കഴിയുമ്പോൾ മാറും. കുറച്ച് പരിപാടികൾ കിട്ടിക്കഴിയുമ്പോൾ അത് ഒന്ന് ശരിയാവും. പക്ഷെ സന്തോഷമുള്ളപ്പോഴും കരയണ കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂമരത്തിൻ്റെ സെക്കൻഡ് സ്കെഡ്യൂൾ പാക്കപ്പ് ആവുന്ന സമയത്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ കുറച്ച് റാൻഡം ആൾക്കാരെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു തവണ എന്നെ വിളിച്ചു, ഒരു തവണ എന്നല്ല, ഒരു ടേൺ എൻ്റെ ടേൺ വന്നു. ഞാൻ ചെന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചാണ്. ഞാൻ പിന്നെ കരഞ്ഞു തുടങ്ങിയിട്ട് അയ്യൻ മൈക്കിൽ കൂടെ നിലവിളി. അവസാനം ആ യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെ പിന്നെ എന്നെ കാണുമ്പോൾ കളിയാക്കും, മോളെ എന്ത് കാര്യമുണ്ടായി. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത് കരച്ചിലൂടെയാണ് എനിക്ക്. അങ്ങനെ
അപ്പൊ ഇനി വലിയൊരു സിനിമയുടെ ഭാഗമായി കഴിയുമ്പോഴത്തേക്കിനും ഇത് തന്നെ ആയിരിക്കും. ഇല്ല അത് ശരിയാവുമായിരിക്കും. സന്തോഷം കൊണ്ട് ഇപ്പൊ ഒരു കോള് വന്നു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഇപ്പൊ വിളിക്കാൻ നമുക്കറിയാം. ഇല്ല, ഇതിപ്പം സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് ഞാൻ കരഞ്ഞില്ല. ചിലപ്പോൾ അതൊരു നല്ല തുടക്കമായിരിക്കും. ഇനി ഞാൻ കരയില്ലായിരിക്കും. അതിനെ വളരെ സന്തോഷമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമായിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ ഇനി എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള ഒരുപാട് വലിയ വലിയ വളർച്ചകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നമുക്ക് ഇനിയും ഒരുപാട് നല്ല പ്രോജക്ട്സിന്റെ ഭാഗമാവട്ടെ. അത് സിനിമ, ഡാൻസ്, ഇതെല്ലാം ഒരുപാട് അടിപൊളിയായിട്ട് പോട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സിനിമ പ്രാന്തല്ല ഇത്രയും നേരം സിനിമ പ്രാന്തനില് സാജിദ്ക്ക നമ്മുടെ പടം ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു റിവ്യൂ പോലെ ഇട്ടിരുന്നു. ഉണ്ട് അതെ 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 സാജിദ്ക്ക ഉണ്ട്. പക്ഷെ സാജിദ്ക്കയുടെ എനിക്ക് ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുൾ ആയി കാണുന്ന സാജിദ്ക്ക ആ വീഡിയോന്റെ എന്നോട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലീഡ് ചെയ്ത സ്ത്രീക്ക് എന്തെങ്കിലും, സ്ത്രീ എന്നാ പറയുന്നത് കാരണം ആ ക്യാരക്ടർ സ്ത്രീയാണ്, ലീഡ് ചെയ്ത ലേഡിക്ക് എന്തെങ്കിലും ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുള്ള ടച്ച് വുഡ്. അത് പറഞ്ഞ സമയത്ത് എനിക്ക് സാജിദ്ക്ക് വിളിച്ച് നന്ദി പറയണമെന്നുണ്ട്, അത് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു വലിയ താങ്ക് യു സാജിദ്ക്ക അടുത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. താങ്ക് യു സോ മച്ച്.